15 വർഷത്തിന് ശേഷം എനിക്കിന്നൊരു കത്ത് കിട്ടി. ലാസ്റ്റ് ടൈം കിട്ടിയ കത്തുണ്ടല്ലോ, അതൊരു ലവ് ലെറ്റർ ആയിരുന്നു. നമ്മുടെയൊക്കെ ടൈം ആകുമ്പോഴേക്കും ലവ് ലെറ്റർ ഒക്കെ ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഭാഗ്യം കിട്ടി. ആദ്യമായിട്ടും അവസാനമായിട്ടും കിട്ടിയതായതുകൊണ്ട് എനിക്കത് മൊത്തം ഓർമ്മയുണ്ട്. അവൻ അതിൽ എഴുതിയിരിക്കുക, അവൻ എന്നെ കാണുമ്പോൾ അവന്റെ മരിച്ചുപോയ കാമുകിയെ ഓർമ്മ വരുന്നു. എന്തായാലും അത് മടക്കി തിരിച്ചയച്ചതിന് ശേഷം ലവ് ലെറ്റർ പോയിട്ട് ഒരു നോർമൽ കത്ത് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പോസ്റ്റ് ബോക്സിൽ ഈ ലെറ്റർ വന്നത്. ഇതിപ്പോ ആരാ എനിക്ക് നോർവേയിൽ ഒരു കത്ത് അയക്കാൻ? വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിലും ഞെട്ടിയത്. ഈ വീട്ടിലേക്ക് പുതുതായിട്ട് താമസം മാറിയ ഞങ്ങളെ ഒരു കോഫിക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നെയ്ബർ അയച്ച കത്താണിത്. ഇതൊരു വലിയ സംഭവമാണോ നിങ്ങൾക്ക് തോന്നും, പക്ഷേ നോർവേയിൽ ജീവിക്കുമ്പോൾ ഇതൊരു വലിയ സംഭവമാണ്. കാരണം ഒരുപാട് വർഷം നെയ്ബേഴ്സ് ആയിരുന്നിട്ടും പരസ്പരം അറിയാത്തവരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് എനിക്ക് ഈ കത്ത് കിട്ടിയത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഡെയിലി ഫോൺ ചെയ്യുമെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് അയക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കത്തിന് റിപ്ലൈ ചെയ്യാൻ ഞാൻ കുറച്ച് സമയം എടുത്തു. അവരുടെ കുഞ്ഞൊരു ചിത്രമൊക്കെ വരച്ച് ഇത് അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു. കളറൊന്നും ഇല്ലെങ്കിലും ഒരു ചിത്രമൊക്കെ വരച്ച് ഞാനും തിരിച്ച് കത്തെഴുതി. അവർക്കത് കണ്ടാൽ പൂമ്പാറ്റയാണെന്ന് തോന്നുന്നതാണ് എന്റെ പ്രതീക്ഷ. ഒരു കത്ത് എഴുതണേന്റെയും കാത്തിരുന്നതിന്റെ റിപ്ലൈ കിട്ടണേന്റെ ഒക്കെ സുഖം ഉണ്ടല്ലോ, അത് ഒരു മെസ്സേജിന് തരാൻ പറ്റില്ല.